ഇതുപോലത്തെ ഹോട്ടൽ തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തോട്ടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും വിറകടുപ്പിലാണ്, കൊടുക്കുന്ന ഓരോ ഫുഡും വാഴയിലയിലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് പെരട്ടും അത് ഒരു ഒന്നൊന്നര സാധനമാണ്. ബീഫ് പെരട്ടായാലും ചിക്കൻ കറി ആയാലും എല്ലാം ഈ അരനൂറ്റാണ്ട് പഴക്കമുള്ള അടുപ്പിലാണ് ഇവരുണ്ടാക്കുന്നത്. അരനൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടെങ്കിലും ഈ കാണുന്ന ഓരോന്നിനും ടേസ്റ്റ് വൈസ് ആയാലും ഗുണത്തിൻ്റെ കാര്യത്തിലായാലും ഒരു വിട്ടുവീഴ്ചയില്ല. രാവിലെ ഒരു 8 മണിക്ക് പോവുകയാണെങ്കിൽ നല്ല ചൂട് പുട്ടും ഇടിയപ്പവും മുട്ടക്കറിയും കിട്ടും. ഞാൻ ഏകദേശം ഒരു 10-10:30 പോയത്. അപ്പോഴത്തേക്കും ബായി നല്ല ചൂട് മൊഴിഞ്ഞ ബൊറോട്ട അടിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു വാഴയിലെടുത്തു, ഒരു 4-5 ബൊറോട്ട എടുത്തും കിട്ടും. അപ്പോഴത്തേക്കും ഇവിടുത്തെ തങ്കപ്പണ്ണയും ബീഫ് കൊണ്ടങ്ങ് വെച്ചു. ഈ കാണുന്നതാണ് ബീഫ് പെരട്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നിങ്ങൾ വീഡിയോ കണ്ടോളി. ആ മൊഴിഞ്ഞ ബൊറോട്ടയുടെ ഒരു പീസിനെയും എടുത്ത് ആ നല്ല കുറുകിയ ബീഫ് പെരട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു പീസൊക്കെ എടുത്ത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ച് എടുത്ത് കഴിക്കുമ്പോൾ എൻ്റെ മോനെ എന്നാ ടേസ്റ്റ് എന്ന് അറിയാവോ. ഇതുപോലെ എടുത്തങ്ങ് വായിലിട്ട് ചവച്ച് 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 തിന്നണം. എന്നാ ടേസ്റ്റാ. ഇനി ഇല മടക്കി വെച്ചാണ് കാണും. കഴിച്ച ഇലയെ നമ്മൾ തന്നെ മടക്കി നമ്മൾ തന്നെ കൊണ്ട് കളയണം. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. അങ്ങനെ ഞാനും ഇലയും കൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിയത് അവിടെ ഒരു ചാക്കുണ്ട്, അതിലോട്ടങ്ങ് ഇല ഇടുക. ബക്കറ്റിൻ്റെ അകത്തൊരു കപ്പുണ്ട്, കപ്പ് നിറയെ വെള്ളം എടുത്ത് കൈ കഴുകി വായും കഴുകി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വയറ്റിൻ്റെ അകത്ത് കിടക്കണ ബീഫും ബൊറോട്ടയൊക്കെ ദഹിക്കണമെങ്കിൽ ഗ്രീൻ ടീ കുടിച്ചിട്ട് കാര്യമില്ല, ഈ കാണുന്ന സോഡ ലൈം തന്നെ കുടിക്കണം. അങ്ങനെ നമ്മൾ നേരെ തൊട്ടപ്പുറത്തെ മാമൻ്റെ സോഡ ലൈം കുടിക്കാൻ വന്നു. ആ കട തുടങ്ങി അന്നോട്ടുള്ള കടയാണ് കേട്ടോ ഇത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു കപ്പ് സോഡ എടുത്ത് ഒരൊറ്റ അടി. അൽഹംദുലില്ലാ ബർക്കത്ത്. നല്ല ബൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിൽ ഓടി വന്നോളി. കാരണം വെടിഞ്ഞ ഹാർബറിൻ്റെ റോഡ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കടയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് കഴിച്ചു. നിങ്ങൾ കഴിക്കണമെങ്കിൽ ഓടി വന്നോളി. തിരുവനന്തപുരം മുക്കാല ജംഗ്ഷനിലുള്ള അച്ചു ഹോട്ടൽ അല്ലെങ്കിൽ അശോക് ഹോട്ടൽ.